ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് കുറച്ച് കളിമണ്ണ് വീട്ടിലുണ്ടാക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ വീട്ടിലുള്ള ഏത് മണ്ണ് വേണേലും എടുക്കാം. ഈ മണലൊഴിച്ച് വേറെ ഏത് മണ്ണ് വേണേലും എടുക്കാം. നമുക്ക് കുറച്ച് കിളച്ചിട്ടുള്ള മണ്ണാട്ടോ വേണ്ട, കാരണം മേലത്തെ കുറച്ച് കല്ല് കൂടുതലും കുറച്ച് തിണ്ണ പോലത്തെ മണ്ണായിരിക്കും. ഇനി ഈ കിളച്ച മണ്ണൊക്കെ എടുത്തിട്ട് ഒരു പഴയ ബക്കറ്റിൽ നിറയെ വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് ഈ മണ്ണിട്ട് നന്നായിട്ട് ഒരു കോല് കൊണ്ട് മിക്സ് ചെയ്ത് ആ മണ്ണൊക്കെ ഒന്ന് അലിയിച്ചെടുക്കാം. ഇനി ഇതുപോലൊരു ബേസിൽ ഒരു തുണി വെച്ച് കെട്ടിക്കൊടുത്തിട്ട് അതിലോട്ട് നമ്മുടെ ഈ ഒരു ചെളി വെള്ളം ഇട്ട് നന്നായിട്ടൊന്ന് അരിച്ചു കൊടുക്കാം കേട്ടോ. അരിക്കുമ്പോഴത്തേക്കും ഈ കല്ലിലുള്ള ക്ലേ കിട്ടാൻ വേണ്ടി ഈ വെള്ളത്തിയിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് നമ്മൾ ആ കല്ല് കളയാവുന്നത് കേട്ടോ. അടിയിൽ ഇതുപോലെ കൂടിക്കിടക്കുന്ന ക്ലേ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ അരിച്ചു കൊടുക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ അത് അടിഞ്ഞു കൂടി കിടക്കും. ഞാൻ ഇപ്പോൾ ഏകദേശം 3 പ്രാവശ്യം അരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു തുണിയൊക്കെ മാറ്റി കുറച്ച് നേരം വെക്കുക, ഇതുപോലെ വെറുതെ വെച്ചാൽ മതി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് മേളിൽ വന്നിട്ടുണ്ട്. ഇനി ആ വെള്ളം ഇതുപോലെ കപ്പിൽ കളയാം, അല്ലാതെ തന്നെ ഒഴിച്ച് കളയാം. പിന്നെ ബാക്കിയുള്ളത് ഞാൻ കുറച്ച് സ്പോഞ്ചിലാണ് ഊറ്റിക്കളഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ഇതുപോലെ ഒരു തുകർത്തിലാക്കിയിട്ട് കുറച്ച് നേരം ഒരു ബക്കറ്റിൻ്റെ പൊക്കത്ത് കെട്ടി വെച്ചിരുന്നാൽ വെള്ളം ഇറ്റിറ്റ് കുറച്ച് പോകും. പിന്നെ അതൊരു കിഴി കെട്ടിയിട്ട് 1-2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇതുപോലൊരു ടെക്സ്ചർ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ക്ലേ ഉണ്ടാക്കാണ്ട് 2-3 ദിവസത്തെ വെയിലുള്ള ദിവസമാണ് സെലക്ട് ചെയ്തത്. ഇനി ഇതുപോലെ ആ ഒരു ക്ലേ ഇതുപോലെ ഒരു പരന്ന പ്രദേശത്ത് വെച്ച് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിത് രാവിലെ വെച്ചതാണ്, വൈകുന്നേരം ആയിട്ടില്ല. അതിന് മുമ്പ് തന്നെ നമുക്ക് ക്ലേ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു തോർത്തിൽ നിന്ന് കടർത്തി എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കവറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിനി ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഒരിക്കലും നിങ്ങൾ മടിക്കണ്ട. അപ്പോൾ അത്രയല്ലേ നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.